നമസ്കാരം. 10 കോടി ജനസംഖ്യയുള്ള പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, മാത്രമല്ല 42 MP-മാരെ ലോക്സഭയ്ക്ക് സംഭാവന ചെയ്യുന്ന സംസ്ഥാനം, 292 നിയമസഭാ സാമാജികരുള്ള വൻപൻ സംസ്ഥാനം, സാമാന്യം നല്ല മുസ്ലിം ജനസംഖ്യയുള്ള, കൃത്യമായി പറഞ്ഞാൽ ഒരു 30 മുതൽ 33% വരെ സംസ്ഥാന ജനസംഖ്യ മുസ്ലിങ്ങളായ ഒരു പ്രധാന സംസ്ഥാനം. പറഞ്ഞു വരുന്നത് വെസ്റ്റ് ബംഗാളിനെ കുറിച്ചാണ്. പശ്ചിമ ബംഗാൾ ഇന്ന് SIR വിവാദത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. ഇൻറ്റൻസീവ് റിവിഷൻ ഓഫ് ദി ഇലക്ട്രൽ റോൾസ്, അല്ലേ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR, അതുമായി ബന്ധപ്പെട്ട് വൻപൻ കോളിളക്കമാണ് സംഭവിക്കുന്നത്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വലിയ മാറ്റം മറിച്ചിലുകളാണ് ബംഗാളിൽ സംഭവിക്കുന്നത്. ഏതാണ്ട് 1,30,00,000 പേരുടെ വോട്ടവകാശം റദ്ദാകുന്നതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിക്കുകയാണ്. നോക്കൂ, വിജയപരാജയങ്ങളെ ബംഗാളിൽ പലപ്പോഴും നിശ്ചയിക്കുന്നത് വളരെ ചെറിയ വോട്ട് ശതമാനത്തിലാണ്. നോക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 292 അംഗ നിയമസഭയിൽ ഏതാണ്ട് 211 സീറ്റുകളുമായി തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ പാർട്ടി വൻപൻ മേൽക്കൈ നേടി. BJP കേവലം 77 സീറ്റുകളേ ഉള്ളൂ. പക്ഷേ BJPയും തൃണമൂൽ കോൺഗ്രസ് തമ്മിലുള്ള വോട്ട് വ്യത്യാസം, വിജയപരാജിതർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 60 ലക്ഷം പേര് മാത്രമാണ്. 60 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് വിജയത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 1,30,00,000 വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടാൽ എന്താവും അവസ്ഥ? വെട്ടിമാറ്റപ്പെടുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകളാണോ? ഇത് ചോദ്യചിഹ്നമാണ്. അങ്ങനെയാകുമോ? ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യത എന്ത്? ക്ഷിപ്രകോപിയായ മമതാ ബാനർജി ദുർഗയായി ഉറഞ്ഞു തുള്ളി. വലിയ രീതിയിലുള്ള കലാപമാണ് മമതാ ബാനർജി ഉയർത്തിയത്. ആദ്യം SIR സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാനായി ED എത്തിച്ചേർന്നത് ഐപാക്കിൻ്റെ ഓഫീസിലാണ്. നമുക്കറിയാമല്ലോ, ഐപാക്ക് എന്ന് പറയുന്നത് ഈ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് വേണ്ടി ഓരോ മണ്ഡല അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും തന്ത്രം മെനയുകയും അതുമായി ബന്ധപ്പെട്ട ഈ വോട്ടിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഏജൻസിയാണ്, സ്വകാര്യ ഏജൻസിയാണ് ഐപാക്കിൻ്റെ സേവനം. ഇപ്പം കനകോല് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ മുൻകാലത്ത് പ്രശാന്ത് കിഷോർ പല മമതാ ബാനർജിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. അതുപോലെയുള്ള ഐപാക്കിൻ്റെ ഓഫീസിൽ ചെന്ന് മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട, പാർട്ടിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് അനുസരിച്ച് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും, റൈറ്റേഴ്സ് ബിൽഡിംഗിൽ നിന്നും, ബംഗാൾ സെക്രട്ടേറിയറ്റിൽ നിന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പാഞ്ഞെത്തി നേരിട്ട് അതുമായി ബന്ധപ്പെട്ട പെൻഡ്രൈവുകളും കണക്കുകളും കാര്യങ്ങളും ഫയലുകളും കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. ഒരു ഫൈറ്റർ ഇമേജാണ്. കേന്ദ്ര ഏജൻസി ED ഉപയോഗിച്ച് എന്ത് നീക്കം നടത്തിയാലും താൻ നേരിട്ട് മുൻപിൽ നിന്ന്, അല്ല കിങ്കരന്മാരെ അയക്കുകയല്ല, സ്റ്റേറ്റ് പോലീസിനെ അയക്കുകയല്ല, താൻ തന്നെ മുന്നിൽ നിന്ന് പോരാട്ടം നയിക്കുമെന്ന മമതാ ബാനർജിയുടെ ദൃഢനിശ്ചയം. സമാനമായ ഒരു നാടകം അല്ലെങ്കിൽ ഒരു വൻപൻ സ്ക്രീൻ പ്ലേ അരങ്ങേറി ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ കേസെത്തി. SIR വലിയ തട്ടിപ്പാണ്, അവിടെ വലിയ രീതിയിൽ അഴിമതി നടക്കുന്നു, ഒരു പ്രത്യേക വിഭാഗത്തെ തിരഞ്ഞു പിടിച്ചു മാറ്റുന്നു, രാഷ്ട്രീയ പ്രേരിതമായി പുതിയ വോട്ടർ പട്ടിക പുതുക്കുന്നു. അതുകൊണ്ട് 2022 വോട്ടർ പട്ടിക അനുസരിച്ച് വോട്ടവകാശമുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അനുവാദം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചു. മമതാ ബാനർജി സ്വന്തം നിലയിലും ഹർജിക്കാരിയായി എത്തുകയാണ്. അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ച് വാദം കേൾക്കുമ്പോൾ ആദ്യം അഭിഭാഷകനെ കൊണ്ടാണ് വാദം തുടങ്ങിയത്. മമതാ ബാനർജി ഓരത്ത് ചേർന്ന് നിന്നു. എനിക്കും ഒരു 5 മിനിറ്റ് സമയം തരാമോ? അങ്ങനെ കോടതി മമതാ ബാനർജിക്ക്, കോട്ടുമിട്ട് ചെന്ന മമതാ ബാനർജി കോട്ടൂരി വെച്ചിട്ട് സാധാരണ ഹർജിക്കാരിയായി, മുൻ അഭിഭാഷക കൂടിയായ മമതാ ബാനർജി, അഡ്വക്കേറ്റ് മമതാ ബാനർജിയായി, അഡ്വക്കേറ്റ് മമതാ ബാനർജി എന്ന നിലയിലല്ല, ഹർജിക്കാരി എന്ന നിലയിൽ അവിടെ പോയി. ഏതാണ്ട് 1/2 മണിക്കൂറോളം ഉച്ചക്കത്തെ കോടതി പിരിയുന്നതും വൈകി വെപ്പിച്ചുകൊണ്ട് മമതാ ബാനർജിക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. മമതാ ബാനർജി ആവശ്യപ്പെട്ടത് കോടതി ഏതാണ്ട് ഒരു വാക്കാൽ പറഞ്ഞു വെച്ചു. കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി, പ്രത്യേകിച്ച് കോടതി പറഞ്ഞത് ഇതാണ്: വിധി പറയാൻ, വാദം കേൾക്കാൻ മാറ്റിവെച്ചു. പക്ഷേ കോടതിയിൽ ഒരു മുഖ്യമന്ത്രി പോയി എന്നതിൻ്റെ ഓപ്റ്റിക്സ് വളരെ പ്രധാനമാണ്.
എത്ര പേരാണ് ബംഗാളിൽ ആത്മഹത്യ ചെയ്തത്? പൗരത്വം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ നൂറുകണക്കിന് പേരാണ് ആത്മഹത്യ ചെയ്തത്. എത്ര പേരുടെ ജീവിച്ചിരിക്കുന്ന എത്രയോ പേരുടെ വോട്ടാണ് വെട്ടിമാറ്റിയത്. ഇതിൽ ഒരു 100 പേരെയും കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ പരേഡ് ചെയ്യിപ്പിച്ചു ശ്രീമതി മമതാ ബാനർജി. അപ്പോൾ ആ രീതിയിലുള്ള നാടകീയമായ നീക്കങ്ങൾക്ക് പ്രസിദ്ധി നേടിയ ഒരാളാണ് മമതാ ബാനർജി. അങ്ങനെ കോടതിയിൽ എത്തി തൻ്റെ ഭാഗം വാദിച്ചു. അതായത് സ്പെഷ്യൽ ഏജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് BLO ഉണ്ട് എന്നോർക്കണം. അതിനു പുറമെ ഏജൻസിനെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കുൽസിത പ്രവർത്തനം നടത്തുകയാണ്. തെരഞ്ഞുപിടിച്ച് വോട്ടർമാരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയാണ്. അവരെല്ലാം തങ്ങളുടെ പാർട്ടിക്ക്, തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടവരാണ്. ഇതാണ് വാദം. അത് നമുക്ക് ആ വാദം മുഖവിലേക്ക് നമുക്ക് എടുക്കാനാവില്ല. കാരണം വോട്ടർ പട്ടികയിൽ നിന്നും കൃത്യമായി ഒരു മതവിഭാഗത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് മാറ്റുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ വിട്ടുപോകുന്നവരിൽ സിംഹഭാഗവും കലാകാലങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നവരാണ്. അത് കേവലം യാദൃച്ഛികമാണോ നിർബന്ധപൂർവമാണോ എന്നത് ആലോചിക്കേണ്ട വിഷയമാണ്. പലരും വെട്ടിപ്പോകുന്നത്, ഈ പേര് വെട്ടിപ്പോകുന്നത് എങ്ങനെയാണ്? ഒരു കുട്ടിയെ വിവാഹം കഴിച്ചയക്കും, പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ പേര് മാറി ഭർത്താവിൻ്റെ വീട്ടുപേരോ പേരോ ചേർത്ത് പേര് പുതുക്കും. അത് കണക്കിൽ അത് വ്യത്യാസമായി അത് മിസ്മാച്ച് ആകും. അങ്ങനെ മിസ്മാച്ച് ആകുന്നവരെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല അതങ്ങ് വെട്ടിമാറ്റുകയാണ്. അവർക്ക് ഒരു പരാതി കൊടുക്കാനും അപ്പീൽ കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം ഉണ്ടായിരിക്കെ ഇതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ അതിനെല്ലാം റോഡ് ബ്ലോക്കുകൾ, ബോട്ടിൽ നെക്ക് സൃഷ്ടിക്കുകയാണ്. ഇതാണ് മമതാ ബാനർജിയുടെ വാദം. അപ്പോൾ അത് കണക്കിന് തീർച്ചയായും വൻതോതിലാണ് ഇങ്ങനെ തന്നെ 58 ലക്ഷം പേര് ഈ പേരിൻ്റെ മിസ്മാച്ച് കൊണ്ട് മാത്രം വിട്ടുനിർത്തപ്പെട്ടവർ 58 ലക്ഷം പേര് എന്നാണ് മമതാ ബാനർജിയുടെ കണക്ക്. എന്തായാലും വലിയ നമ്പർ മാറ്റി. എന്തുകൊണ്ട് ബംഗാളിൽ മാത്രം ഇത്രയും വിഷയമാകുന്നത് എന്തുകൊണ്ട്? ആസാമിൽ ഇത് കാര്യമായ വിഷയമല്ലല്ലോ എന്നാണ് മമതാ ബാനർജി ചോദിക്കുന്നത്. അതിനർത്ഥം there is a mission Bengal as far as ഭാരതീയ ജനതാ പാർട്ടി is concerned. ബംഗാളിലെ വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് നിർണായകമാണ്. ഇപ്പോൾ ബീഹാറിൽ വിജയം നേടി. ഇനി ബംഗാൾ എന്നാണ് പാർട്ടിയുടെ മുദ്രാവാക്യം. ഇപ്പം 4 പ്രധാന സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ആസാം ഓൾറെഡി ഹിമന്ത ബിശ്വ ശർമ്മ എന്ന മുൻ കോൺഗ്രസ്സുകാരൻ BJPയിൽ ചേർന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ വലിയ നേതാവായി മാറി. അദ്ദേഹം ഫോർമലി സീറ്റഡ് ആണ്. അവിടെ BJPക്ക് പ്രതീക്ഷയുമുണ്ട്, തുടർ ഭരണം എന്ന പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ നടക്കും, ചിലപ്പോൾ നടക്കില്ല. പക്ഷെ അവിടല്ല, പ്രധാന സംസ്ഥാനം ആസാമല്ല, ബംഗാളാണ്. കലാകാലങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും വൻതോതിൽ ബംഗാളിലേക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി കടന്നു വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് യുദ്ധകാലത്തെ ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷങ്ങളാണ് ഇന്ത്യയിലേക്ക് വന്നത്. അഭയാർത്ഥി പ്രശ്നം ഏറ്റവും അധികം രൂക്ഷമായിരുന്ന ആ ഒരു വിഭജനത്തിൻ്റെ, ബംഗ്ലാദേശ് വിഭജനത്തിൻ്റെ കാലം 71-72 കാലഘട്ടത്തിൽ. അതിനുശേഷം ഘട്ടം ഘട്ടമായി പോറസ് ബോർഡേഴ്സ്, സുഷിരങ്ങളുള്ള ബോർഡേഴ്സ് 4000-ഓളം കിലോമീറ്റർ ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് കിടക്കുകയാണ്. അതിൽ ബംഗാൾ ഭാഗത്ത് തന്നെ 2000-ൽ ചില്ലുവാനം കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇതിൽ കാര്യമായ അതിർത്തികളൊന്നുമില്ല, നേരെ കയറി ഇങ്ങ് വരാൻ സാധിക്കും. അങ്ങനെ വന്നുപെട്ട വലിയ വിഭാഗമായിരുന്നു കാലാകാലങ്ങളിൽ CPMൻ്റെ ശക്തി. അപ്പം CPM എന്ന പാർട്ടി ബംഗാളിൽ നിലനിന്നത് ലേശം ഗുണ്ടായിസം, ലേശം വിപ്ലവം, ലേശം റിഫോം പറച്ചിൽ, പുരോഗമനവാദം, അതിനു പുറമെ മുസ്ലിം വോട്ടിനെ സമർത്ഥമായി ഉപയോഗിച്ചു. 34 വർഷത്തെ ഭരണമാണ് അവസാനിച്ചത്. 2011-ൽ 34 വർഷത്തെ CPMൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2007-8 കാലത്ത് നടന്ന നന്ദിഗ്രാം, സിംഗ്രൂർ ഭൂമി ഏറ്റെടുക്കലുകൾ ഒരു കമ്മ്യൂണിറ്റി രീതിയായിരുന്നില്ല. അതിനെതിരെയുള്ള കർഷക പ്രതിഷേധം അത് ജനകീയ പ്രതിഷേധമായി ഉയരുകയും നിലവിലുണ്ടായ CPMനോടൊപ്പം ഉണ്ടായിരുന്ന ഗുണ്ടാകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ തടിമിടുക്കുള്ളവരുൾപ്പെടെ നേരെ മറുകണ്ഠം ചാടി തൃണമൂലിലേക്ക് വന്നു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് 2011-ൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. നാളിതുവരെ മമതയെ അൺസീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 3 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായി. ഇത് 4ാം വട്ടവും മുഖ്യമന്ത്രിയാകും എന്നത് ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് മമതാ ബാനർജി. അങ്ങനെയെങ്കിൽ ഗുണ്ടാകളൊക്കെ, തടിമിടുക്കുള്ളവർ, ഊത്തുപിടിക്കാൻ കഴിയുന്നവർ, ഇച്ചിരി ശക്തി പ്രയോഗിക്കാൻ കഴിയുന്നവർ ഇന്ന് ചിതറി നിൽക്കുന്നു. ഒരു വിഭാഗം BJPയിലേക്ക് പോയി, മറ്റൊരു വിഭാഗം തൃണമൂലിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം 292 സീറ്റിൽ ഭൂരിപക്ഷം മമതാ ബാനർജിക്ക് തന്നെ ആകുമെന്ന് ഉറപ്പൊന്നുമില്ല. BJP ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട്. ഒരു ഹിന്ദു കൺസോളിഡേഷനുണ്ട്. നോക്കൂ, മുസ്ലിം ജനസംഖ്യ തന്നെ കേരളത്തിൻ്റെ ജനസംഖ്യയോളം പോകുന്ന ജനങ്ങൾ
മുസ്ലിം ജനസംഖ്യ ഉണ്ട്. കേരളത്തിൽ ആകെ ജനസംഖ്യയുടെ അത്രയും മുസ്ലിം ജനങ്ങളുണ്ട് ബംഗാളിൽ നോക്കണം. ഒരു 3.5-3.5 കോടി മുസ്ലിങ്ങളാണ് ബംഗാളിലുള്ളത്. അവരിൽ ഒരാൾ പോലും BJPയിലേക്ക് നീങ്ങാൻ സാധ്യതയില്ല. അവരുടെ വോട്ടിൻ്റെ സിംഹഭാഗവും പരമ്പരാഗതമായി CPMലും കോൺഗ്രസും ചെയ്തിരുന്നു, ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലാണ്. കാരണം BJP പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗം തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണ്. കോൺഗ്രസ് വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. CPMന് ഒരൊറ്റ MLAയും ഇല്ല, MP ഇല്ല ബംഗാളിൽ. അങ്ങനെ CPMും RSPയും CPIയും എല്ലാം നാമാവശേഷമായി ഇടത് കക്ഷികൾക്ക് ബംഗാളിൽ മേൽവിലാസമേ ഇല്ലാതായി. കോൺഗ്രസ് അവശേഷിക്കുന്ന ദുരിതങ്ങളിലുണ്ട്. ഇവിടെ കോൺഗ്രസിൻ്റെ തന്നെ തട്ടകങ്ങളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ഇരച്ചു കയറുകയാണ്. ഇപ്പം മൂർഷിദാബാദ്, മാൽഡ അല്ലേ, ആ ഒരു മേഖലകളിലൊക്കെ കിഴക്കൻ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ കിഴക്കൻ മേഖലയിലാണ് മുസ്ലിം കോൺസെൻട്രേഷൻ കൂടുതലുള്ളത്. അവിടങ്ങളിലേക്ക് ഇരച്ചു കയറാൻ BJPക്ക് പലപ്പോഴും കഴിയാറില്ല. പക്ഷേ മറ്റിടങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ BJPക്ക് കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പുതിയ വോട്ടർ പട്ടിക കൂടി വരുമ്പോൾ സ്ഥിതിഗതികൾ മമതാ ബാനർജിക്ക് എതിരാകും. അതുകൊണ്ട് അവസാന നിമിഷം വരെ തൻ്റെ പോരാട്ടം ഗ്രൗണ്ടിൽ ജയിക്കണമെങ്കിൽ അത് കോടതിയിൽ കൂടി ജയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ 2022 വോട്ടർ പട്ടിക അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടക്കൂ എന്നാണ് ഇപ്പോഴത്തെ ഗതി. അതുകൊണ്ട് പുതുക്കിയ വോട്ടർ പട്ടികയാണ് SIR അനുസരിച്ച് പുതുക്കപ്പെട്ട ഈ 1.25 കോടി വോട്ടർമാരെ നീക്കം ചെയ്തതിന് ശേഷമുള്ള വോട്ടർ പട്ടിക അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയാൽ കൃത്യമായി മമതയ്ക്ക് ജയിച്ചു വരാനാവുമെന്ന ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് ഈ വിഷയം വലിയ ഒരു വിവാദമായി വരുന്നത്. കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഇല്ലാത്ത ഒരു ആകാംക്ഷ, ആശങ്ക, ഉദ്വേഗം, പിരിമുറുക്കം എല്ലാം ബംഗാളിലുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഒരു മുഖ്യമന്ത്രി, മുന്നിൽ നിന്ന് നയിക്കുന്ന മുഖ്യമന്ത്രി നന്നെന്നോ എടുത്ത വിഷയത്തിൻ്റെ മെറിറ്റ് മാത്രമല്ല, മറിച്ച് അതിൻ്റെ രീതിശാസ്ത്രമാണ്. വേറൊരു മുഖ്യമന്ത്രിയും കാട്ടാത്ത രീതിയിൽ കേന്ദ്ര ഏജൻസിക്കെതിരെ സന്ധിയില്ലാ സമരം. സാധാരണ എന്താ ചെയ്യുന്നത്? ഇഫ് യു കാൻറ്റ് ഡിഫീറ്റ് എൻ എനിമി ജോയിൻ ഹിം. എത്ര മുഖ്യമന്ത്രിമാരാണ് അങ്ങനെ കളം മാറി ചവിട്ടിയത്? എത്ര രാഷ്ട്രീയ നേതാക്കളാണ് EDയുടെ അന്വേഷണം അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദങ്ങൾ സഹിക്കാൻ വയ്യാതെ BJPയിലേക്ക് ചേർന്ന് നിന്നത്? എത്രയോ വൻകിട നേതാക്കളാണ്. അവരുടെ എല്ലാം രീതിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് BJPയെ ഏറ്റവും ശക്തമായ രീതിയിൽ തൻ്റെ സംസ്ഥാനത്ത് തൻ്റെ ബലം ഉപയോഗിച്ച് അണികളെ ഉൾപ്പെടെ നിർത്തിക്കൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ശ്രീമതി മമതാ ബാനർജിയുടെ രീതിശാസ്ത്രം നിങ്ങൾക്ക് പങ്കുവയ്ക്കുക, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുക എന്നതും ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന ചിന്ത കൊണ്ടല്ല. SIR നടക്കും, പൂർത്തീകരിക്കപ്പെടും. ഈ പുതിയ വോട്ടർ പട്ടിക അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എങ്കിലും നാളുകളിലെ നിയമ പോരാട്ടത്തിന്, നാളുകളിലെ രാഷ്ട്രീയ പോരാട്ടത്തിന് ഏറെ ഊർജം ബാക്കി വെച്ചുകൊണ്ടാണ് മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തിയിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തലോടെ അവസാനിപ്പിക്കട്ടെ.